നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവളെ ടർക്കി എടുക്കാൻ മറന്നുപോയി. ഞാൻ ആ ടർക്കി എടുത്തൊന്ന് കൊടുത്തു. അല്ലാതെ ഇവിടെ ആകാശം ഇടിഞ്ഞ് താഴെ വീണ സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. വീഴും. ഇങ്ങനെ പോയാൽ താമസിയാതെ ആകാശം ഇടിഞ്ഞ് താഴെ വീഴും. എന്റെ ഏട്ടാ, ഈ വീട്ടിൽ ഇത്രയും പെണ്ണുങ്ങൾ ഉണ്ടായിട്ട് ഏട്ടൻ തന്നെ എന്തിനാണ് ടർക്കി കൊടുക്കാൻ പോയത്? അവള് മകൾ ആരെങ്കിലും പറഞ്ഞാൽ പോരായിരുന്നോ? എടാ, അതിന് അവള് വിളിച്ചത് അവരാരെ അല്ലല്ലോ, എന്നെ അല്ലേ. ഞാൻ അവിടെ ചെന്ന് അയ്യെ കിടന്ന് ടർക്കി എടുത്ത് അവക്ക് കൊടുത്തു. നേരെ ഇങ്ങ് പോന്നു. അതിനിപ്പോ എന്താണ് അത്ര തെറ്റ്? അപ്പോ ഏട്ടനൊന്നും കണ്ടില്ലേ? എന്ത് കാണാൻ? ഞാൻ കണ്ണടച്ച് പിടിച്ചിരിക്കായിരുന്നില്ലേ? ആണോ? സമാധാനമായി. ഏട്ടൻ ചീത്തയായി പോയില്ലല്ലോ. എന്നാലും അവൾ വിളിച്ച് ഏട്ടൻ പോകേണ്ട കാര്യമില്ലായിരുന്നു. പോവാതാ പിന്നെ. എടാ, തല തോർത്താതെ എന്റെ ടീച്ചർക്ക് പനി പിടിച്ചാലേ ആര് സമാധാനം പറയും? എന്റെ ടീച്ചറോ? എടാ, അല്ലെങ്കിൽ തന്നെ സ്ത്രീകൾക്ക് വസ്ത്രമെടുത്ത് കൊടുക്കുന്നത് പുണ്യമാണെന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ടല്ലോ. നീ കേട്ടിട്ടില്ലേ? ഇല്ല. കാളന്തിയിൽ കുളിച്ചോണ്ട് നിന്ന ഗോപസ്ത്രീകൾക്ക് കണ്ണൻ തുണിയെടുത്ത് കൊടുത്ത കഥ. അത് തുണി എടുത്ത് കൊടുത്ത കഥയൊന്നും അല്ല, ഉള്ള തുണി അടിച്ചോണ്ട് പോയി മരത്തിന്റെ മേളിൽ കേറിയിരുന്ന കഥയാണ്. എടാ, ആൾക്കാർക്ക് എന്താടാ പറഞ്ഞുണ്ടാക്കാൻ വയ്യാത്തത്? അന്നും ഉണ്ടായിരുന്നു ഇന്നത്തെ പോലെ ഏഷണിക്കാരായ പെണ്ണുങ്ങളെന്ന് മാത്രം നമ്മളങ്ങ് വിചാരിച്ചാ മതി. അല്ലാതെ കൃഷ്ണൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ലടാ. പുള്ളി എന്നെ പോലെ ഭയങ്കര ഡീസന്റ് അല്ലടാ. പിന്നെ ഇത്ര കൃത്യമായിട്ട് പറയാൻ കൃഷ്ണൻ ഏട്ടന്റെ ക്ലാസ്മേറ്റ് അല്ലേ? ഒന്ന് പോയേട്ടാ. എടാ, നീ ഇങ്ങനെ അസൂയപ്പെടുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും വേണ്ട. ഞാൻ ടീച്ചറിനോട് പറയാം, ഇനി പൈപ്പിൽ വെള്ളം തീരുമ്പോ നിന്നെ വിളിച്ചാ മതിയെന്ന്. അയ്യേ, എന്ത് കാര്യത്തിന്? ഏട്ടനൊന്ന് ആക്കിയതാണോ? എന്താ ജോഷ്? അല്ല ഭായി, ഞാനൊരു സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. എന്താടാ? അല്ല, ഈ നാഗവല്ലി ആളെങ്ങനെയാ? എന്താടാ നിനക്ക് ഈ പാതിരാത്രി ഇങ്ങനൊരു സംശയം? ഒരു വിവരം അറിയാൻ വേണ്ടിട്ടാ. അവൾ എങ്ങനെയാ? വളയുന്ന ടൈപ്പ് ആണോ? തുമ്മടിത്തരം പറഞ്ഞോണ്ടല്ലോ, ഇടിച്ചിന്റെ മോന്തയുടെ ഷേപ്പ് ചെയ്യാൻ മാറ്റി കളയും. കുടുംബത്തിൽ പറഞ്ഞ പെമ്പിള്ളേരെ പറ്റി നീ എന്താ വിചാരിച്ചത്? എല്ലാരും നിന്റെ മറ്റവളമാരെ പോലെയാണെന്ന് എഴുതിയോ? എന്റെ ഭായി, നിങ്ങൾ കാര്യം അറിയാതെ ഇങ്ങനെ ചൂടാവല്ലേ. ഞാനതൊന്നും അല്ല ഉദ്ദേശിച്ചത്. പിന്നെ നിന്റെ ഉദ്ദേശം തോന്നടാ? എന്റെ പൊന്നു ഭായി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അവൾ ഇനി മറുകണ്ഠം ചാടി വിശ്വേട്ടന്റെ ആളാകുമെന്നാ ഞാൻ ചോദിച്ചത്. അങ്ങനെ ചില സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. നീ കാര്യം തെളിച്ചു പറ. അല്ല ഭായി, അവളുടെ പെരുമാറ്റത്തില് എനിക്ക് ചില സംശയങ്ങള്. ഇടാ, ആ സംശയം എന്താണെന്ന് വെച്ചാൽ നീ എന്റെ അടുത്ത് പറ. അത് പിന്നെ അത്രേ ഉള്ളോ? എടാ, അതൊക്കെ അവളുടെ ഒരു ടെക്നിക്കല്ലേ. എന്തോന്ന് ടെക്നിക്ക്? എടാ, അവള് കൊലയാളിയാണെന്ന കാര്യം ആർക്കും ഒരു സംശയവും തോന്നാതിരിക്കാൻ അവള് ചുമ്മാ ഓരോരോ നമ്പർ ഇറക്കുന്നതല്ലടാ. ആണോ? പിന്നല്ലാതെ. എടാ, അവൾ ആരാ മോളെന്നാ നിന്റെ വിചാരം? ബോംബെ അധോലോകത്തിലെ നൃത്തമണ്ഡപങ്ങളിൽ ദാവൂദ് ഇബ്രാഹിമിനും ചോട്ടാ ഷക്കീലിനും രവി പൂജാരിക്ക് മുന്നിൽ നൃത്തം ചെയ്തിട്ടും ഈ നിമിഷം വരെ അവൾ അവരുടെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. അതെന്താ? അത് രണ്ടും ഉണ്ടാ. ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേട്ടാ മതി. ഭായി പറ. എടാ, അവൾക്ക് അത്തരം ദുർബല വികാരങ്ങളൊന്നും ഇല്ലാന്ന്. അവളുടെ മനസ്സ് കല്ലാണ്. അവിടെ കൊലവിളിയും രക്തത്തിന്റെ രൂക്ഷഗന്ധവും മാത്രമേ ഉള്ളൂ. ആണോ? ബോളിവുഡിലെ താരരാജാക്കന്മാര് വരെ ട്രൈ ചെയ്തിട്ടും അവള് വീണില്ല. പിന്നെയാണാ നിന്റെ ഈ ഉണക്ക ചേട്ടായി. അപ്പൊ വിശ്വസിക്കാം അല്ലേ? നിനക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, എനിക്ക് ഒരു നിർബന്ധവും ഇല്ല. വിശ്വസിച്ചു പോരെ?
നിനക്കിനി വേറൊന്നും അറിയണ്ടല്ലോ. എന്നാ വെച്ചിട്ടേ പോയി കിടന്നുറങ്ങടാ. ശരി ബൈ, ഗുഡ് നൈറ്റ്. ആ ഗുഡ് നൈറ്റ്. അപ്പൊ സൽസ്വഭാവിയാണല്ലേ. വളച്ചെടുക്കാൻ മയിലെണ്ണ കുറച്ചധികം വേണ്ടി വരും. ശൃംഗാരി അവിടെ ഒന്ന് നിന്നേ. എന്താടി? എടീന്നോ? എന്താ നിന്റെ മടിയിട്ടാണോ ചേച്ചിക്ക് പേരിട്ടെ? നിന്റെ മടി വെച്ചിട്ടാണോടി എനിക്ക് പേരിട്ടത്? എന്റെ അധികാരത്തിലാടി നീ എന്നെ എടി പൊടിന്ന് വിളിക്കുന്നേ? നീ ഇപ്പൊ കാണിക്കുന്ന അതേ അധികാരം തന്നെ. ഇതേ ഞങ്ങളുടെ വീടാ. ഇവിടെ ഞങ്ങൾ തോന്നുന്നതൊക്കെ വിളിക്കും, തോന്നുന്നത് പോലെയൊക്കെ. എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ. കാണാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. നീ ഒരുപാട് മൂപ്പിക്കല്ലേ. മൂപ്പിച്ച നീ എന്ത് ചെയ്യോടി? നീ അത്രയ്ക്കായോടി? ഡീ, നീ എന്നെ തല്ലുവല്ലേടി? തല്ലുപടി, തല്ലും. വേണ്ടി വന്നാ നിന്നെ ഇനിയും ഞാൻ തല്ലും. ഞാൻ മാത്രമല്ല, ഈ വീട്ടിലെ സകല പെണ്ണുങ്ങളും നിന്നെ തല്ലും. നാണമില്ലേടി നിനക്ക് ഈ വീട്ടിലെ ആണുങ്ങളെ കറക്കിയെടുക്കാൻ? അവളുടെ ഒടുക്കത്തെ ഒരു കുളിസീന്. അതേടി, ഞാൻ ഇനിയും കുളിക്കും. വേണ്ടി വന്നാ ഉടുതുണി ഇല്ലാതെ കുളിക്കും. ഇവിടെ നിന്ന് കുളിക്കും. നിന്റെയൊക്കെ ആണുങ്ങളെ കറക്കി എടുക്കുകയും ചെയ്യും. നിന്നെ കൊണ്ടൊന്നും കൊള്ളാഞ്ഞിട്ടല്ലേടി അവനൊക്കെ എന്റെ പിന്നാലെ വായി നോക്കി വരുന്നത്. എന്നാ അതൊന്നും കാണണമല്ലോ. ചേച്ചി ഇതിൽ ഇടപെടണ്ട. ഇത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. നീ പറയുന്നത് കേക്ക്. ഒന്നും കേൾക്കണ്ട. കേക്ക് മൈഥിലി. ഇങ്ങോട്ട് മാറി നിൽക്ക്. എന്തോന്നാണിത്? ഇങ്ങോട്ട് മാറാൻ പറഞ്ഞാണല്ലേ? പെണ്ണുങ്ങൾ തമ്മിൽ ബലാത്സംഗോ? നാഗു! നാഗു! ഛെ! മാറ്, ഇങ്ങോട്ട് മാറ്. നന്ദിതേ, ഇങ്ങോട്ട് മാറ്. വിടാനാ പറഞ്ഞത്. വിട്. മാറ്, നാഗു, എണീക്ക്. കേൾക്കണം. ചേച്ചി മാറ്. ഇങ്ങോട്ട് മാറാൻ പറഞ്ഞാണല്ലേ? എന്ത് നാഗു? ഇങ്ങോട്ട് മാറ്. നിനക്കൊക്കെ എന്താണ് ഈ ഭ്രാന്ത് പിടിച്ചോ? ഭ്രാന്ത് ഞങ്ങൾക്കല്ല, ഇവൾക്ക്. ഇവളുടെ ഭ്രാന്ത് എന്താന്ന് എന്നെ കൊണ്ട് പറയിക്കരുത്. പറയടി, ചൂടാണെങ്കിൽ പറയടി. പറഞ്ഞു തരാടി. ഇനി ഇവിടെ ഏതെങ്കിലും ഒരുത്തിയുടെ ഒച്ച വിളിക്കട്ടാ, ആ നാക്ക് ഞാൻ അറിഞ്ഞളെ. വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ എല്ലാവളുമാരും കൂടെ തലേക്കരന്ന് കൊരവ കളിക്കുന്നടി.